പാർട്ടി വിട്ട സന്ദീപ് വാര്യരെ പിന്തുണച്ച ബി.ജെ.പി. ദേശീയ കൗൺസിൽ അംഗം എൻ ശിവരാജൻ. സന്ദീപ് വാര്യർ പാർട്ടി വിട്ടതിൽ ദുഃഖം. സന്ദീപ് നല്ല നേതാവ്, പാർട്ടി വിടാൻ പാടില്ലായിരുന്നു, കോൺഗ്രസിലേക്ക് പോകാൻ ഒരിക്കലും പാടില്ലായിരുന്നുവെന്നും എൻ ശിവരാജൻ 24-നോട് പറഞ്ഞു. നിഖിൽ പ്രമേഷ് തയ്യാറാക്കിയ റിപ്പോർട്ട്. ഓപ്പറേഷൻ ഹസ്തയുടെ ഭാഗമായി ബി.ജെ.പിയിൽ നിന്ന് അതൃപ്തരായിട്ടുള്ള പല നേതാക്കളും വരും ദിവസങ്ങളിൽ തങ്ങളുടെ പാർട്ടിയിലേക്ക് വരുമെന്നുള്ളൊരു പ്രഖ്യാപനം കോൺഗ്രസ് നേതാക്കൾ കഴിഞ്ഞ ദിവസം നടത്തുകയുണ്ടായിരുന്നു. ജില്ലയിലെ പ്രമുഖ നേതാവായിട്ടുള്ള ശ്രീ എൻ ശിവരാജൻ, അദ്ദേഹം ദേശീയ കൗൺസിൽ അംഗം കൂടിയാണ്, അദ്ദേഹവുമായി കൂടിക്കാഴ്ചകൾ നടത്തിയെന്നുള്ള വാർത്തകളൊക്കെ പുറത്തു വന്നിരുന്നു. ഈ സാഹചര്യത്തിലാണ് ശ്രീ എൻ ശിവരാജൻ നമ്മളോടൊപ്പം ചേരുന്നത്. അങ്ങുമായിട്ട് ഈ കോൺഗ്രസ് നേതാക്കൾ ആരെങ്കിലും ചർച്ച നടത്തിയിട്ടുണ്ടോ പാർട്ടിയിലേക്ക് കടന്നു വരുന്നതുമായി ബന്ധപ്പെട്ട്? എന്നായിട്ട് ചർച്ച നടത്തിയാൽ ചങ്കൂറ്റമുള്ള തൻ്റെ ഇടമുള്ള ഒരു കോൺഗ്രസ് നേതാക്കന്മാരും ഇന്ന് കേരളത്തിലില്ല. ഞാൻ ബി.ജെ.പിയുടെ സാധാരണ പ്രവർത്തകനാണ്. ഞാൻ എന്തിന് എൻ്റെ പ്രസ്ഥാനം മാറണം? സന്ദീപ് വാര്യർ അങ്ങേക്കൊക്കെ ഒപ്പം പ്രവർത്തിച്ചിരുന്ന ബി.ജെ.പിയിലെ വളരെ പ്രധാനപ്പെട്ട ഒരു യുവമുഖമായിരുന്നു. അദ്ദേഹം ഇപ്പോൾ പാർട്ടി മാറിയിരിക്കുകയാണ്. സന്ദീപിൻ്റെ ആ നടപടി അങ്ങ് എങ്ങനെയാണ് കാണുന്നത്? പോയതിൽ ദുഃഖമുണ്ട്. സന്ദീപ് നല്ല കപ്പാസിറ്റിയും കഴിവുള്ള ആളാണെന്ന് അതിൽ എനിക്ക് അഭിപ്രായ വ്യത്യാസമൊന്നുമില്ല. പോയത് തെറ്റാണ്. മുങ്ങിച്ചാകാൻ പോകുന്ന ശവത്തിൻ്റെ മുകളിൽ കയറി ആരെങ്കിലും ഇരിക്കുമോ? സന്ദീപിൻ്റെ സാന്നിധ്യം ബി.ജെ.പിക്ക് ആവശ്യമായിരുന്നു. അതിപ്പോൾ അതിനെ പറഞ്ഞ അയാൾ പാർട്ടി മാറി. അയാളുടെ പാർട്ടി വർക്ക് ചെയ്യട്ടെ, ഞാൻ എൻ്റെ പ്രസ്ഥാനത്തിൽ വർക്ക് ചെയ്യും. അദ്ദേഹത്തോട് വ്യക്തിപരമായിട്ട് ഒരു അഭിപ്രായ വ്യത്യാസം എനിക്കില്ല. അല്ല, സന്ദീപ് പിന്നെ യുവാക്കൾക്കിടയിലൊക്കെ വലിയ സ്വാധീനം ഉണ്ടായിരുന്ന ഒരു ചെറുപ്പക്കാരനാണ്. അദ്ദേഹം നിലനിന്നിരുന്നെങ്കിൽ അത് നല്ലതായിരുന്നു ബി.ജെ.പിയിൽ നിന്ന്. ഇപ്പം അതിന് പ്രസക്തിയൊന്നുമില്ല. അദ്ദേഹം പോയി കഴിഞ്ഞില്ലേ, ഇനി അദ്ദേഹത്തിന് മാറാൻ പറ്റില്ല. അയാൾ അവിടുത്തെ നിൽക്കട്ടെ. അദ്ദേഹത്തിന് എല്ലാവിധ ആശംസകൾ, വ്യക്തിപരമായിട്ട് എല്ലാവിധ ആശംസകൾ. അതിൽ തന്നെ ഉറച്ചു നിൽക്കണം. ഈ മറ്റു ചില കൗൺസിലർമാരുമായിട്ട് കോൺഗ്രസിൻ്റെ നേതാക്കൾ ചർച്ച നടത്തി എന്നൊക്കെ പറയുന്നത് അത് ശരിയാണോ? കോൺഗ്രസ് കുറേ ചാക്കുകൾ കൊണ്ട് നടക്കുന്നുണ്ട്. പാലക്കാട് നഗരത്തിൽ നിന്നും അടുത്ത ജന്മത്തിൽ ജനിക്കാൻ പോകുന്ന ഒരു ബി.ജെ.പിയുടെ അമ്മയുടെ വയറ്റിൽ നിന്നുള്ള കുട്ടി പോലും ഈ നാറിയ കോൺഗ്രസിൽ പോകൂല. എന്തായാലും താനുമായിട്ട് ആരും ചർച്ച നടത്തിയിട്ടില്ല. അങ്ങനെ ചർച്ച നടത്താൻ ധൈര്യമുള്ളവരാരും ഇല്ല എന്നാണ് ശ്രീ എൻ ശിവരാജൻ പറഞ്ഞു വെക്കുന്നത്. രാജീവ് സുദേവിനൊപ്പം പാലക്കാട് നിന്ന് നിഖിൽ പ്രമേഷ്, 24.